അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിൽ അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ബ്ലിങ്കിംഗ് ബോയിൻ്റെ ഈ ധന്യമായ വേദിയിൽ അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇസ്ലാം അറിവിനും പഠനത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന മതമാണ്. ലോകത്ത് ആദ്യമിറങ്ങിയ ഖുർആൻ വചനമാകുന്നത് ഇഖ്റ അഥവാ വായിക്കുക എന്നാണ്. ഇതിലൂടെ അല്ലാഹു തആല മനുഷ്യനെ അറിവിലേക്കും ബോധ്യത്തിലേക്കും നയിച്ചു. അല്ലാഹു തആല പറയുന്നു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? ഈ ആയത്ത് അറിവിന്റെ മഹത്വം എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അറിവുള്ളവർക്കാണ് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടാനാവുക. അവരുടേതാണ് യഥാർത്ഥ ബോധ്യം. Knowledge is light and ignorance is darkness. അറിവ് പ്രകാശമാണ്, അറിവില്ലായ്മ ഇരുട്ടാണ്. ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അറിവില്ലാത്ത ജീവിതം ഇരുട്ട് പോലെ എന്നതാണ്. അറിവ് നമ്മെ സത്യമാർഗത്തിലേക്ക് നയിക്കുന്നു, മനസ്സിനും സമൂഹത്തിനും ഉണർവ് നൽകുന്നു. ഇസ്ലാം അറിവ് മതപരമായത് മാത്രമല്ല, ലോകപരമായിട്ടും എത്ര തന്നെ പ്രധാനമാണ്. കൃഷിക്കാരന് നിലമറിഞ്ഞാലേ വിളവ് ലഭിക്കൂ, ഡോക്ടറിന് രോഗമറിഞ്ഞാലേ മരുന്ന് നൽകാനാവൂ. ഇതുപോലെ തന്നെയാണ് ഓരോ മുസ്ലിമും തന്റെ ജീവിതം വിജയകരമാകാൻ വേണ്ടി അറിവ് തേടണം. അറിവ് മനുഷ്യനെ വിനയത്തിലേക്കും ഉത്തരവാദിത്തത്തിലേക്കും നയിക്കുന്നു. അറിവ് കൊണ്ട് നാം മറ്റുള്ളവരെ സഹായിക്കുകയും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യണം. അവസാനമായി ഞാൻ പറയുന്നു, അറിവില്ലാത്ത വിശ്വാസം അപൂർണമാണ്. അറിവ് കൂടുമ്പോഴാണ് വിശ്വാസം ദൃഢമാകുന്നത്. അതിനാൽ നമുക്ക് അറിവ് തേടുകയും അതിനെ നല്ല രീതിയിൽ പ്രയോഗിക്കുകയും ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.